ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഒരു വീക്കെൻഡ് അല്ലെങ്കിൽ വീക്ക് സ്റ്റാർട്ടിങ് സൺഡേ വ്ളോഗ് എന്നൊക്കെ പറയാം. കഴിഞ്ഞ വീഡിയോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സൺഡേ പള്ളിയിലേക്ക് പോകുന്നത് ഒരുപാട് ദൂരെ ആയതുകൊണ്ട് ചിലപ്പോൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ കയ്യിൽ കരുതിയിട്ടാണ് പോകുക. അപ്പം അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം അന്വേഷിച്ചപ്പോൾ തൊട്ടടുത്തൊരു പാർക്കുള്ളതായിട്ട് കണ്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ വ്യൂ, ആ പോകുന്ന വഴി ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ക്ലിപ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഒരു ചെറിയ വീഡിയോ ആട്ടോ ഇന്ന് നമ്മൾ ഇടുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇതാണ് പാർക്ക്. ഈ പാർക്കിലേക്ക് ചെന്നപ്പം ഭയങ്കര അത്ഭുതമായിരുന്നു. ഒരുപാട് ഡോഗ് വാക്കേഴ്സ് ഉണ്ട്, ഒരുപാട് പട്ടിക്കുട്ടന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നു. അപ്പോൾ പാർക്കിൻ്റെ പേര് ഇപ്പോൾ ഈ ബോർഡിൽ കണ്ട പോലെ തന്നെ എൽഡം പാർക്കാണ്. ഈ ബോർഡ് വായിച്ചപ്പോൾ പിന്നെയും കുറച്ച് കൗതുകം തോന്നിയിട്ടോ. അതായത് ഇതിൻ്റെ ഏതോ ഒരു ഭാഗത്ത് കുറേ വെള്ളം ഉണ്ടെന്നും അവിടെ ഇറങ്ങരുതെന്നും പിന്നെ ഫിഷിങ് ചെയ്യരുത്, പിന്നെ ഡാം തുറക്കുമ്പോൾ വെള്ളം ഓവർഫ്ലോ വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങരുത്, അങ്ങനെയൊക്കെ എഴുതി വെച്ച് കണ്ടപ്പം നമ്മുടെ നാട്ടിലൊക്കെ എത്തിയൊരു ഫീൽ കിട്ടിയിട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ചുമ്മാ വെള്ളം എവിടെയാണെന്ന് അറിയാൻ വേണ്ടി കുറച്ച് ദൂരം നടക്കുകയും ചെയ്തു. ഇതൊരു പാർക്ക് എന്നല്ല പറയേണ്ടത്, ഒരു ഏക്കർ കണക്കിന് സ്ഥലമാണ്. അതിൻ്റെ പല ഭാഗത്തും അവർ പല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്നു. ചിലതൊക്കെ വെറുതെ മുട്ടക്കുന്ന് പോലെ ഇങ്ങനെ കിടക്കുക കേട്ടോ. ഞങ്ങൾ കുറച്ച് ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോയത്, അത് ലഞ്ചായിട്ട്. അപ്പോൾ ഞങ്ങൾ അതാണ് ഉച്ചക്കത്തെ ഭക്ഷണം. അപ്പോൾ അത് ആദ്യം ഫസ്റ്റ് നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ച് ആ പാത്രമൊക്കെ കൊണ്ട് വണ്ടിയിൽ വെച്ച് കുറച്ച് സ്നാക്സ് ഇവർക്കുള്ളത് കയ്യിൽ കരുതിയിട്ട് ഞങ്ങൾ നടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ കണ്ടോ, ഇത് ഈ മലയുടെ മുകളിൽ നിന്ന് നോക്കുമ്പം കുറേ ദൂരെയൊക്കെ കുറേ വീടുകളൊക്കെ കാണാം. ഇത് നല്ല ഉയരത്തിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. എന്നാൽ ഇതിൻ്റെ കുറേയിടത്ത് ലാൻഡ്സ്കേപ്പിംഗ് താഴേക്കും പിന്നെ സൈഡിലേക്കും ഒക്കെ ഇങ്ങനെ ഇറക്കവും കയറ്റവും ഒക്കെ ആയിട്ട് കിടക്കുന്നു. ചില ഭാഗങ്ങളൊക്കെ നല്ല മനോഹരമായിട്ട് ലോണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ കുറേ ഏരിയാസൊക്കെ വെറുതെ ഇങ്ങനെ ഭൂമി ഇങ്ങനെ തരിശായിട്ട് തന്നെ കിടക്കുകയാണ്. എന്തായാലും നല്ല മനോഹരമായ സ്ഥലം കേട്ടോ. ഒരുപാട് ആളുകൾ ഇവിടെ വിസിറ്റും ചെയ്യുന്നുണ്ട്. അപ്പം കുറച്ച് ദൂരമൊക്കെ നടക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാട്ടിക്കൂടൊക്കെ പോകുന്നൊരു ഫീലാണ്. നിറച്ച് മരങ്ങളും വിജനമായ സ്ഥലവും അങ്ങനെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഏരിയ. നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഒരുപാട് ട്രീസ്, ഇവിടെയൊക്കെ ഭയങ്കര സിറ്റിയാണെന്നൊക്കെ വിചാരിച്ച് വന്ന എനിക്ക് ഇത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. ഇത്ര അധികം മരങ്ങളൊക്കെ ഇവരിവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന വലിയ വലിയ പടുമരങ്ങളൊക്കെ ആട്ടോ. കണ്ടോ, ഇതുപോലെ ആൾക്കാരൊക്കെ അവരുടെ ഈവനിങ് വാക്കിനും പിന്നെ അവരുടെ പട്ടിക്കുട്ടനും കൊണ്ടുമൊക്കെ നടക്കാൻ പോകുന്ന ഒരു സ്ഥലം. അപ്പോൾ ഈ കാണുന്നതാണ് അവർ പറഞ്ഞ വെള്ളം, അല്ലെങ്കിൽ ഒരു തടാകം പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വീതിയും നീളത്തിലാണ് അതുള്ളത്. അത്യാവശ്യം വെള്ളമുണ്ട്, ആഴമുണ്ടെന്ന് തോന്നുന്നു. ഇതിൽ കുറേ താറാവും അരയനും അങ്ങനെ പല കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവരെഴുതിയതുപോലെ തന്നെ ഇതിലേക്ക് ഇറങ്ങാൻ നമുക്ക് റൂട്ടുണ്ടെങ്കിലും ഇറങ്ങരുത് എന്ന് അവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളും ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇതൊക്കെ നന്നായിട്ട് ആസ്വദിച്ചു. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവർ ഇതൊക്കെ വളരെ എന്താ പറയുക, നാച്ചുറലായിട്ട് തന്നെ സംരക്ഷിച്ചേക്കുന്നതാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇന്ന് ഹാപ്പിയാണ്. ഇവിടെ വന്നിട്ട് ഒരു ലോങ് വാക്കൊക്കെ കിട്ടിയൊരു ദിവസമാണ് ഇന്നത്തേത്. അപ്പം ഞങ്ങളിങ്ങനെ കുറേ ദൂരം നടന്ന് ഇത് ഫുൾ കണ്ടു. ഏകദേശം ഈ ഒരു വ്യൂ പോയിൻ്റ് എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ. അതായത് ഈ ലേക്കിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ലേക്കിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ നമുക്ക് പറ്റും. ചെറിയൊരു ഏരിയ ഉണ്ട്. ശരിക്കും ആ ഏരിയ എനിക്ക് തോന്നുന്നു ഈ കിടക്കുന്നത് നമ്മുടെ തിന പോലെ എന്തൊക്കെയോ ഈ വെള്ളത്തിലുള്ള താറാവിനൊക്കെ തിന്നാൻ വേണ്ടി കൊടുത്തേക്കുന്ന കേട്ടോ. അപ്പം അവരെല്ലാം അവിടെ കൂട്ടമായിട്ട് വന്ന് ഇടയ്ക്ക് കയറി ഇങ്ങനെ നിന്നിട്ട് പോകുന്നൊരു സ്ഥലമാണ്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിലൊക്കെ ഇറങ്ങണമെങ്കിൽ അവിടെയൊക്കെ ഇറങ്ങി നിൽക്കാം. അവരെഴുതി വെച്ചതിന് കൊണ്ട് നമ്മൾ അങ്ങനെ വേണ്ടാത്ത പരിപാടിക്കൊന്നും പോയില്ല. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടുത്തെ എല്ലാ ഏരിയയിലും വളരെ വ്യത്യസ്തത അവരിങ്ങനെ ക്രിയേറ്റിവിറ്റി ഒരുപാട് കാണാൻ പറ്റും. അതായത് ഇപ്പോൾ ഇവിടെ ഒരു പാലം പോലെ വെച്ചിട്ടുണ്ട്. ആ പാലത്തിൻ്റെ കൈവരികളെല്ലാം നല്ല തടി കൊണ്ടാണ്. അതുപോലാണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഡിസൈൻസൊക്കെ ഇങ്ങനെ മെറ്റലിൽ CNC കട്ടിങ് പോലൊക്കെ ചെയ്തിട്ട് അതും അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ അതുപോലെ ഇപ്പം ഏകദേശം ഒരു സമ്മർ ആയതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ ഏരിയാസിലും കുറച്ച് പൂക്കളും ചെടികളും
ഒക്കെ അതിനൊരു കളർ കൊടുക്കുന്നുണ്ട്. കണ്ടോ, ആ ഒരു പുഴയുടെ ഇതിൽ നിന്ന് വരുന്ന കുറച്ച് കൈവരികളാണ് ഈ സൈഡിലൂടെ ഇങ്ങനെ ചെറിയൊരു തോട് പോലെ പോകുന്നത്. ഈ തോടാണെങ്കിൽ ഈ ഒരു പാർക്കിനെ ഇങ്ങനെ ചുറ്റി വളഞ്ഞ് ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അതുകൂടാണ്ട് ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഈ കാണുന്നതാണ് ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ടിൻ്റെ ഏറ്റവും എൻഡിലായിട്ട് ഒരു ചിൽഡ്രൻസ് പ്ലേ ഏരിയ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും അധികം പോയില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പള്ളിയിൽ പോകുന്ന വഴിയാണ്. ഇപ്പോൾ പ്ലേ ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവരെ തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെ ഒരു പ്ലേ ഏരിയ ഉണ്ടെന്ന് കണ്ടപ്പോൾ തന്നെ നമ്മൾ റൂട്ട് മാറ്റിയാണ് പിന്നീട് യാത്ര തുടങ്ങിയത്. അപ്പോൾ അതാ ഇതുപോലെ കണ്ടോ, സൈഡിലൊരു തടാകം പോലെ അല്ലെങ്കിൽ ഒരു തോട് പോലെ ഇങ്ങനെ വെള്ളം പോകുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കൊച്ചു പാലങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് അപ്പുറത്തേക്ക് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകാൻ പറ്റുന്ന പോലെ ഒരു വഴിയുണ്ട്. അപ്പോൾ ഇവമോളി നോക്കി നിൽക്കുന്നത് അവിടെ ഒരു ചെറിയ പാർക്കുണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണ്. അപ്പോൾ ആൾ വരാൻ കൂട്ടാക്കാതെ നിന്നപ്പോഴാണ് പെട്ടെന്ന് ഒരാൾ വന്ന് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി. അങ്ങനെ മറ്റേ കാര്യമൊക്കെ മറന്ന് പാർക്കൊക്കെ വിട്ടുപോയ ആൾ അതിൻ്റെ കളിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നേരെ അങ്ങനെ കയറി ഞങ്ങൾ പോവുകയാണ്. നമ്മൾ പറയുന്ന പോലെ തന്നെ ഈ കൊച്ചു കുട്ടികളെ പോലെ തന്നെയാണ് കേട്ടോ പട്ടിക്കുട്ടന്മാരും. നടക്കാൻ ഇറങ്ങിയതാണ്, പക്ഷെ വെള്ളം കണ്ടപ്പോഴത്തേക്ക് അവൻ ഓടി അതിനകത്തേക്ക് ചാടി. പിന്നെ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഗ്യാപ്പിൽ ഒരു 1/2 കിലോമീറ്ററൊക്കെ നടന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എക്സസൈസ് ചെയ്യാൻ പാകത്തിന് കുറച്ച് ഐറ്റംസൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. നമ്മളിതെല്ലാം വിട്ടിട്ട് ആ പാർക്കിൻ്റെ ഏരിയ എന്നൊക്കെ മാറിയിട്ട് ചെറിയൊരു കുന്ന് പോലത്തെ ഒരു ഏരിയ കണ്ടു. അതിൽ കൂടെ കയറിയാണ് മുകളിലേക്ക് വന്നത്. മുകളിലേക്കെന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നിന്നാണോ ഈ യാത്ര തുടങ്ങിയത് അവിടേക്ക് തിരിച്ചെത്തുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ടയേർഡായിട്ടോ, അതായത് ഒരുപാട് ദൂരം നടന്നായിരുന്നു. ഏകദേശം ഇത്രയും നടക്കാൻ വേണ്ടി ഒരു 1 മണിക്കൂർ എടുത്തു. പിന്നെ ഇവിടുത്തെ ഒരു കാഴ്ചയുടെ പ്രത്യേകതയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്ലെയിനുകൾ പോകുന്നുണ്ട്. അതായത് ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ബർമിംഗ്ഹാം എയർപോർട്ടുള്ളത്. അപ്പം അതുകൊണ്ടായിരിക്കാം എപ്പോഴും അതായിരുന്നു മെയിൻ കാഴ്ച. അപ്പോൾ കുന്ന് കയറി വന്ന് നമ്മൾ ടയേർഡായി കുറച്ച് നേരം അവിടെ ഇരുന്നു, കാരണം 2 പേര് കയറി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. അങ്ങനെ ഒരു 1 മണിക്കൂറത്തെ നടപ്പിന് ശേഷം നമ്മൾ മെല്ലെ വൈൻഡപ്പ് ചെയ്യാണ്, കാരണം ഇന്നിനി ഒട്ടും നടക്കാൻ വയ്യ, അത്ര ടയേർഡായി. വീട്ടിലേക്ക് വിളിക്കുകയും പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം കഥയൊക്കെ പറയുകയും നമ്മൾ കൊണ്ടുപോയ സ്നാക്സൊക്കെ കഴിക്കുകയും ഒക്കെ ഈ സമയത്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി നേരെ പോകുന്നത് പള്ളിയിലേക്കാണ്. പിള്ളേരും കുറച്ച് ഹാപ്പിയാണ്. ഈ ഗ്രൗണ്ടിൻ്റെ അല്ലെങ്കിൽ പാർക്കിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു നല്ല പള്ളിയുണ്ട്, ഒരു ഇംഗ്ലീഷ് ചർച്ചാന്ന് തോന്നുന്നു. പക്ഷെ അവിടെ കുർബാനയുടെ ടൈം പിന്നെയും ഒരു 1/2 മണിക്കൂറിന് ശേഷമാണ്. അപ്പോൾ പള്ളി തുറന്നിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഈ പള്ളിയുടെ നേരെ മുന്നിൽ അതിൻ്റെ ഒരു സെമിട്രി ഒക്കെ ഉണ്ട്, നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തൊരു സെമിട്രി. ഇതിലൊക്കെ ഉപരിയായിട്ട് ഈ പാർക്കിലേക്ക് വരുന്ന ഒരു വഴി എന്ന് പറയുമ്പോൾ നമ്മളെ ഒത്തിരി ആകർഷിക്കും കേട്ടോ. ഭയങ്കര എന്താ പറയുക, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒരുപാട് മരങ്ങളും ഒക്കെ ആയിട്ട് ഒരു നാടൻ കാഴ്ചകൾ. ഇപ്പം ഞാൻ നിലമ്പൂരിൽ നിന്നാണ് വരുന്നത്. അപ്പം നിലമ്പൂരിൻ്റെ കവാടം അറിയുന്നവർക്കറിയാം അതിൻ്റെ ഒരു ഭംഗി. അതേ ഒരു സെയിം ഒരു റീക്രിയേറ്റഡ് പോലെയാണ് എനിക്കിവിടെ തോന്നിയത്. അത്ര ഭംഗിയുള്ള ഒരു സ്ഥലം, അതായത് നമ്മുടെ നാട്ടിൽ കൂടെ പോകുന്ന അതേ ഫീലാണ് കിട്ടുന്നത്. അപ്പം നിലമ്പൂരിലൂടെയൊക്കെ യാത്ര ചെയ്ത ആളുകൾക്കറിയാം ഏകദേശം ഇതുപോലെയാണ് നമ്മുടെ മിക്കവാറും വഴികളൊക്കെ കാണുക. അപ്പം അങ്ങനെ കുറേ ഓർമ്മകൾ, അതായത് നിലമ്പൂരിൻ്റെ ഓർമ്മകളൊക്കെ പേറി അതിനെ വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അങ്ങനെ മനോഹരമായ ഒരു യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഒത്തിരി വിശേഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഈ വീഡിയോയിലില്ല എന്നെനിക്കറിയാം. പക്ഷേ എന്നെ സ്നേഹിക്കുന്നവർ, എനിക്ക് മെസ്സേജ് അയക്കുന്നവരൊക്കെ വീഡിയോ ഇടണം എന്ന് പറയുമ്പോൾ ഞാൻ കണ്ട കുറച്ച് കാഴ്ചകളിൽ നിന്ന്, എനിക്ക് സന്തോഷം തന്ന കുറച്ച് കാര്യങ്ങളിൽ നിന്ന് അവർക്ക് കൂടി വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീണ്ടും ഇതുപോലെ നല്ല നല്ല കാഴ്ചകളുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സ്നേഹം ലൈക്കിലൂടെ എന്നെ അറിയിക്കുക. നിങ്ങൾ തരുന്ന ലൈക്കാണ് എൻ്റെ അടുത്ത വീഡിയോയിലേക്കുള്ള പ്രചോദനം. അപ്പോൾ ആ പ്രചോദനവും ആർജിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. ബായ്.